തീരുവ ചർച്ചകളിൽ തീരുമാനമാകും വരെ ഇന്ത്യയുമായി തുടർ വ്യാപാര ചർച്ചകളില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് പ്രതികരണം. ഓഗസ്റ്റ് അവസാന വാരം അമേരിക്കൻ സംഘം വ്യാപാര ചർച്ചകൾക്കായി എത്താനായിരുന്നു ധാരണ. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. മധു, ഇന്നലെ ഈ രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായൊരു സമീപനം സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം പ്രധാനമന്ത്രി കൂടി സൂചിപ്പിക്കുന്ന നിലയുണ്ടായിരുന്നു, നരേന്ദ്രമോദി കൂടി സൂചിപ്പിക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു. വിട്ടുവീഴ്ചയ്ക്കില്ല ഇന്ത്യ എന്ന സൂചന പ്രതികരണം നൽകുന്നുണ്ട്. അമേരിക്കയും കടുത്ത നിലപാടിൽ തന്നെയാണുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ, മധു കൊട്ടാരക്കര? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റ്യന, റീജിത്ത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ ഈ ട്രംപിന്റെ വിമോചന ദിനം പ്രഖ്യാപിച്ച അന്നു മുതൽ തന്നെ തുടങ്ങിയതാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഈ തീരുവ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിയിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയും അമേരിക്കയായിരിക്കും. എന്നാൽ ഈ ചർച്ചകൾ എങ്ങും എത്താത്തതിലുള്ള ഒരു അലോസരപ്പെടുത്തൽ ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിൽ പലപ്പോഴും പ്രകടമായി. പ്രത്യേകിച്ച് ജൂലൈ 31 മുതൽ ഇന്ന് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന്റെ 200 ദിവസത്തിന്റെ ചെറിയൊരു ആഘോഷം വൈറ്റ് ഹൌസിൽ നടക്കുമ്പോഴാണ് മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കവേ ഇന്ത്യയുടെ തീരുവയും പ്രതിപാദിക്കേണ്ടി വന്നത്. ഇന്ത്യയുമായിട്ട് ഈ തീരുവയിൽ ഒരു തീരുമാനമാകുന്നിടം വരെ ഒരു തുടർ ചർച്ചകൾക്കില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായിട്ടും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും അല്ലാതുള്ളവരും തന്നെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ട്രംപ് പറഞ്ഞിരിക്കുന്ന ആ തീയതിക്ക് മുമ്പ് തന്നെ ഈ തീരുവയിൽ ഒരു തീരുമാനമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഇന്ത്യ ഇന്നലെ ആദ്യമായിട്ടാണ് ട്രംപിന്റെ ഈ എക്സിക്യൂട്ടീവ് ഓർഡർ 25% പിഴ ചുമത്തിയതിനോട് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഇവര് ഉദ്ദേശിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. മധു, തുടരുക. ഒരു കാര്യം കൂടി, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ അടുത്തയാഴ്ച UAE-യിൽ കൂടിക്കാഴ്ച നടത്തും. ഇത് കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് മലയാള മാധ്യമങ്ങളിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്കറിയാം, പല നേതാക്കളും പുറമെ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ നിലപാടെടുത്താലും അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ ചില നിലപാടുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ട്രംപും പുടിനും തമ്മിൽ നിലനിൽക്കുന്ന ഒരു സൗഹൃദത്തെക്കുറിച്ചും നമുക്കറിയാം. അപ്പോൾ ഏത് രീതിയിൽ ഈ കാര്യങ്ങൾ പുരോഗമിക്കും? ആ മട്ടിൽ നമ്മൾ ഈ കൂടിക്കാഴ്ചയെ കാണേണ്ടതായിട്ടുണ്ടോ? ക്രിസ്റ്റീന, നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപും വ്ളാദിമിർ പുടിനും തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ആഴത്തിലുള്ള ഒരു സൗഹൃദം ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് കളം ഒരുങ്ങിയിരിക്കുകയാണെന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളായിരിക്കും പ്രധാനമായും ഈ ലോക നേതാക്കളുടെ ഉച്ചകോടിയിൽ നടക്കുക. ഇരുവരുടെയും കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് സെലൻസ്കിയുമായിട്ട് നേരിട്ടുള്ള ചർച്ചകൾ ഡൊണാൾഡ് ട്രംപ് നടത്തുമോ എന്നുള്ളതിന് ഒരു വ്യക്തത വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഒരു നിബന്ധനകളൊന്നും ഇല്ലാതെയുള്ള കൂടിക്കാഴ്ചയായിരിക്കും ഇതെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഈ ട്രംപ് പുടിൻ കൂടിക്കാഴ്ച വരും ദിവസങ്ങളിൽ നടക്കുമെന്ന് റഷ്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കൂടിക്കാഴ്ചയുടെ സ്ഥലം സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം സെലൻസ്കിയെ ഒപ്പം ഇരുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ എന്നൊരു നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെച്ചതായിട്ടുള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ റഷ്യക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. പണ്ടും ഈ സെലൻസ്കിയോടൊപ്പമുള്ള ചർച്ചകൾ റഷ്യ അല്ലെങ്കിൽ പുടിൻ കാര്യമായി എതിർത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ വൈറ്റ് ഹൌസിൽ ഈ 200 ദിവസത്തെ അധികാരമേറ്റതിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ പുടിൻ സെലൻസ്കിയുമായി ആദ്യം സംസാരിക്കണമോ എന്ന് ട്രംപിനോട് മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ വൈറ്റ് ഹൌസ് പ്രസ് റൂമിൽ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുവാനുള്ള ആഗ്രഹം റഷ്യ പ്രകടിപ്പിച്ചതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലെവിറ്റും ഈ പറഞ്ഞിരുന്നു. ഈ കൂടിക്കാഴ്ച എവിടെ വെച്ച് നടത്തണം എന്നുള്ളതിൽ അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. പക്ഷേ പുടിന് UAE-യിൽ വെച്ച് നടത്താനാണ് താല്പര്യം. ട്രംപിനും അതിനോട് ഒരു എതിർപ്പുണ്ടാകാനുള്ള സാധ്യതയില്ല. സെലൻസ്കിയെ കാണുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന് പുടിൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുടിൻ പറയുന്നത് അതിനൊക്കെ ചില കണ്ടീഷൻസ് ഉണ്ട്. ആ നിബന്ധനകളൊന്നും പാലിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സെലൻസ്കിക്ക് പറ്റുമോ എന്ന് അത്ര വലിയ ഉറപ്പൊന്നുമില്ല. കൃഷ്ണ, റീജിത്ത്, വർഷങ്ങൾക്ക് ശേഷമാണ് ഡൊണാൾഡ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് കളം ഒരുങ്ങുന്നത്. 2018 ഫിൻലൻഡിലെ ഹെലിൻസ്കിയിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ കണ്ടുമുട്ടിയത്. ഈ രണ്ട് രാജ്യങ്ങളുടെ ലോക നേതാക്കൾ, അതായത് ജോ ബൈഡനും പുടിനും തമ്മിൽ 2021 ശേഷം റഷ്യ അമേരിക്ക ബന്ധം പാടെ തകർന്നു. ട്രംപ് അധികാരമേറ്റതിന് ശേഷമാണ് ഇവർ തമ്മിലുള്ള ഹോട്ട്ലൈൻ പോലും പുനഃസ്ഥാപിച്ചത്. ഈ റഷ്യക്കെതിരെയുള്ള അമേരിക്കയുടെ ഉപരോധങ്ങളും അതുപോലെ ഈ തീരുവയും ഒക്കെ ചർച്ചയുടെ ഭാഗമാകാനുള്ള സാധ്യതയുമുണ്ട്. കൃഷ്ണ, റീജിത്ത്. ശരി, ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുകയായിരുന്നു മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.